ചെറിയ പൈസക്ക് കൊണ്ട് നടക്കാൻ പറ്റിയ നല്ല അടിച്ചാപ്പൊളി വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചെറിയ സമയം കൊണ്ട് ഏകദേശം 10-25 വണ്ടികളാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോന്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ആൾട്ടോ കാർ നോക്കാം. ഇത് മോഡൽ എത്ര വരുന്നത്? 2010 മോഡൽ. 2010 മോഡലാണ്. എത്ര ഓടിയിട്ടുള്ളത്? 90 ഓടിയിട്ടുണ്ട്. വണ്ടി തട്ടുമുട്ടി പരിക്ക് ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ? AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. വണ്ടി LXi ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര ചോദിക്കണേ? 1.20 ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ആൾട്ടോ 800 നോക്കാം. ഇത് മോഡൽ വരുന്നത് 2016 ആണ്. ഓപ്ഷൻ വരുന്നത് LXi ആണ്. എത്ര ഓട്ടം ഉണ്ട്? 90 ഓടിക്കണേ. എത്ര ചോദിക്കണേ? 240 ചോദിക്കുന്നുണ്ട്. 245 അല്ലെ? ഇവിടെ ടാറ്റന്റെ അല്ല ഓക്കെ. ഇത് ക്വാർട്ടർ ജെറ്റ് എഞ്ചിനാണ്, സ്വിഫ്റ്റിന്റെ എഞ്ചിനാണ്. ഡീസൽ മൈലേജ് കൂടുതൽ കിട്ടും. 2009 മോഡലാണ്. പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയത് എടുത്തതാണ്. ഇത് ചോദിക്കണം എത്ര? 85 രൂപ ചോദിക്കുന്നു. ഇവിടെ നമുക്കൊരു ആൾട്ടോ 800 നോക്കാം. ആൾട്ടോ 800 മോഡൽ വരുന്നത് 2014 ആണ്. ഓപ്ഷൻ വരുന്നത് LXi ആണ്. ഏകദേശം VXi ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എത്ര ഓടിയിട്ടുള്ളത്? 68 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? എത്ര ചോദ്യം? ഇത് 220 ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ടാറ്റന്റെ വിസ്ത നോക്കാം. ഇത് മോഡൽ എത്ര തന്നെ? മോഡൽ 2010 മോഡലാണ്. പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയ ഉള്ളതാണ്. ഡീസലാണ് വണ്ടി. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി അല്ലേ? ഓക്കെ. ക്വാർട്ടർ ജെറ്റ് എഞ്ചിനാണ്, സ്വിഫ്റ്റിന്റെ എഞ്ചിന്. എത്ര ചോദ്യം? 1 രൂപ ചോദിക്കണം. 1,95,000 രൂപ കൊടുക്കാം. ഇവിടെ ഒരു ആൾട്ടോ കാർ നോക്കാം. 2005 മോഡലാണ്. പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വണ്ടി മെക്കാനിക്കൽ പരമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. എണ്ണ അടിച്ചാൽ ഓടാ, അത്രേ ഉള്ളൂ. എത്ര ചോദ്യം? ഇത് 55 രൂപ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു സെൻ കാർ നോക്കാം. സെൻ കാർ 2098 മോഡലാണ്. ഇപ്പൊ നിലവിൽ മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനില്ല. എണ്ണ അടിച്ചാൽ ഓടാ. കംപ്ലൈന്റ് കാര്യങ്ങളും ഫോൾട്ട് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. എത്ര ചോദ്യം? 55 രൂപ ചോദിക്കുന്നുണ്ട്. AC വരുന്നുണ്ടല്ലോ ഇതിൽ? AC പവർ സ്റ്റിയറിംഗ്? AC മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ആൾട്ടോ നോക്കിയത് AC ആണ്. ഇവിടെ നമുക്ക് ഡാറ്റ്സൺ റെഡിഗോ മോഡൽ എത്ര വരുന്നത്? 19 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ. എത്ര ചോദ്യം? ഇത് 2017 മോഡൽ. 19 മോഡല്. ചോദ്യം 2.45. ഇവിടെ ഇയോൺ നോക്കാം. ഉണ്ടായിന്റെ ഇത് മോഡൽ എത്ര? 13 മോഡൽ മാഗ്ന പ്ലസ്. എത്ര ചോദ്യം? 170 ചോദിക്കുന്നുണ്ട്. 65 കൊടുക്കുക അല്ലേ? ഇവിടെ ഹോണ്ടന്റെ ജാസ് നോക്കാം. മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടിയാണ്. 2015 ആണ്. ഡീസലാണ്. എത്ര ചോദ്യം? 440. ഇവിടെ ഒരു ഹോണ്ടന്റെ പെട്രോൾ വണ്ടി നോക്കാം. ജാസ് തന്നെ. എത്രയാണ്? 11 മോഡൽ. എത്ര ചോദ്യം? ഫുൾ ഓപ്ഷൻ വണ്ടി. പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയത് ഉണ്ട്. എത്ര ചോദ്യം? 260. ഇവിടെ നമുക്കൊരു ഡീസൽ വണ്ടി നോക്കാം. സ്വിഫ്റ്റ് കാർ ആണ്. ഡീസലാണ്. VDI ആണ് ഓപ്ഷൻ വരുന്നത്. മോഡൽ വരുന്നത് 2014 മോഡൽ. ചോദ്യം 430 ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു സെലേരിയോ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2017 മോഡല്. സിംഗിൾ ഓണർ വണ്ടി. എത്ര ചോദ്യം? അത് 4,05,000 രൂപ. ഇവിടെ നമുക്ക് ഓണിന്റെ WRV ഡീസൽ വണ്ടിയാണ്. ഏകദേശം 25 മേലെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. മോഡൽ വരുന്നത് 17 മോഡലാണ്. സൺറൂഫ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സൺറൂഫ് ഒക്കെ ഉള്ളതാണ്. ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ്, അലോയ്സ് കാര്യങ്ങളൊക്കെ. എത്ര ചോദ്യം? 7 ചോദിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു വാഗണർ പഴയ മോഡൽ 2007 മോഡലാണ്. ഇത് എത്രയാണ് ചോദ്യം? 1.25 ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു എർട്ടിക നോക്കാം. എർട്ടിക ഡീസൽ വണ്ടിയാണ്. ഓപ്ഷൻ വരുന്ന VDI ആണ്. ഇത് എത്രയാണ്? 2014 മോഡൽ. ചോദ്യം 460 ചോദിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു ഈക്കോ 2013 മോഡൽ 14 റൈസൺ ആയിട്ടുള്ള വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. AC ഉള്ള വണ്ടിയാണ് കേട്ടോ. പവർ സ്റ്റിയറിംഗ് ഇതിൽ വരുന്നില്ല. ഇത് എത്ര ചോദ്യം? 260 ചോദിക്കുന്നുണ്ട്. 240 ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്വിഫ്റ്റ് കാർ നോക്കാം. അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. ഡീസൽ വണ്ടിയാണ്. 2008 മോഡൽ അല്ല? പഴയ മോഡൽ. പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയ എടുത്തിട്ടുണ്ട്. ഓപ്ഷൻ പിന്നെ VDI. എത്ര ചോദ്യം? ഇത് നമുക്ക് 1.65 കൊടുക്കല്ലേ? ഇവിടെ ഒരു വാഗണർ നോക്കാം. 2010 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്നതാണ്. പവർ വിൻഡോ വരുമല്ലോ 2. ഓക്കെ. എത്ര ചോദ്യം? ഇത് 1.90 കൊടുക്കല്ലേ? അപ്പോൾ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വെട്ടിച്ചിറയാണ് കേട്ടോ. മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്. അതായത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ പുത്തനത്താണി കഴിഞ്ഞിട്ട് ഒരു 500 മീറ്റർ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന യാർഡാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ
വളാഞ്ചേരി കഴിഞ്ഞിട്ട് ഏകദേശം പുത്തനത്താണി എത്തുന്നതിനേക്കാൾ മുമ്പുള്ള യാർഡ്. അപ്പോൾ വീഡിയോയുടെ താഴെയുള്ള കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ.